ഖബറിന്റെ നല്ല നനഞ്ഞ മണ്ണിന്റെ മേലെ പിന്നെ വെള്ളം അങ്ങനെ ഒഴിക്കണം. എന്താണത്? അങ്ങനെ ഹദീസുണ്ടോ സത്യത്തില്? നിങ്ങൾ ചോദിച്ചു നോക്ക് ഉസ്താദുമാരോട്, ഹദീസോടെ ഖബറിന്റെ മേലെ 3 വട്ടം വെള്ളം ഒഴിക്കുക, എന്നിട്ട് ചെടി കുത്തുക. ചെറിയ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ വിഷയത്തിൽ മൗലവിക്ക് തന്നെ വലിയ ധാരണയില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഉസ്താദുമാരോട് ചോദിക്കാനാണ് മൗലവി പറയുന്നത്. ഞാൻ ആ വിഷയത്തെപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാം. പരിശുദ്ധമായ ഒരുപാട് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഈ വിഷയത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ളത് മിഷ്കാത്തുൽ മസാബി എന്ന ഹദീസിൻ്റെ ഗ്രന്ഥമാണ്. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൻ ഇബ്രാഹിം എന്നവർ വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്രാഹിം എന്നവരുടെ ഖബറിൻ്റെ മേലെ വെള്ളം കുടഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വഅന്നഹു റഷ അല ഖബരി ഇബ്നിഹി ഇബ്രാഹിം, നബി തങ്ങളുടെ മകൻ ഇബ്രാഹിം വഫാത്തായപ്പോൾ അവരുടെ ഖബറിൻ്റെ മേലെ വെള്ളം കുടഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ളത് സ്വഹീഹ് മുസ്ലിമാണ്. ഈ മുസ്ലിമിനകത്ത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. നബി തങ്ങൾ 2 ഖബറിൻ്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ നബി തങ്ങൾ പറയാണ്, അമാ ഇന്നഹുമാ ല യുഅദ്ദബാനി വമാ യുഅദ്ദബാനി ഫീ കബീരിൻ അമ്മ അഹദുഹുമാ ഫകാന യംശി ബിൻ നമീമ വ അമ്മൽ ആഖിറു ഫകാന ലാ യസ്തതിറു മിൻ ബൗലിഹി. ഒരാൾ നല്ല നമീമത്ത് പറഞ്ഞതുകൊണ്ടും അതുപോലെ മറ്റേയാൾ ശുദ്ധിയാക്കാത്ത കാരണം കൊണ്ടുമാണ് അദാബ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഫദഅ ബിഅസീബിൻ റത്ബിൻ ഫശഖഹു ബിസ്നീൻ സുമ്മ ഗറസ അലാ ഹാദാ വാഹിദൻ വഅലാ ഹാദാ വാഹിദൻ. ഒരു കമ്പ് കൊണ്ടുവരാൻ പറയുകയും ആ ഒരു കമ്പിനെ 2ആയി ഭാഗിക്കുകയും ശേഷം ആ 2 ഖബറാളികളുടെയും ഖബറിൻ്റെ മേലെ അത് വെക്കുകയും ചെയ്തു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ലഅല്ലഹു അൻ യുഖഫഫ അൻഹുമാ മാ ലം യബസാ. ഈ പച്ച കമ്പുകൾ ഉണങ്ങാത്ത കാലത്തോളം ഖബറാളികൾക്ക് ശിക്ഷ ലഘൂകരിക്കപ്പെടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഇങ്ങനെ പച്ചയായി സ്വഹീഹ് മുസ്ലിമിൽ വരെ പറഞ്ഞ കാര്യത്തെ കാണാതെ പോയി ഈ വഹാബി. മഹത്തുക്കളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അവരെങ്ങനെയാണോ ജീവിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണോ ഹദീസിൽ പഠിപ്പിച്ചത്, എങ്ങനെയാണോ ഖുർആനിലുള്ളത്, അതുപോലെ നമുക്ക് ജീവിക്കാൻ കഴിയണം. അത് പഠിച്ച ആലിമീങ്ങളെയും ഉസ്താദുമാരെയും നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയണം. അല്ലാഹു തആല അത്തരത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. വിദഅത്തിൻ്റെയും പുത്തൻവാദികളുടെയും വഹാബികളുടെയും കരങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്ക് രക്ഷ നൽകുമാറാവട്ടെ.